കടന്നൽ കുത്തിയിട്ടാണോ മോഹനന്റെ തലയോട്ടി പിളർന്നതെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം മറുപടി പറയണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. തളിപ്പറമ്പ് അരിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് 13 വർഷക്കാലം ചികിത്സയിലായിരുന്നതിനു ശേഷം ദാരുണമായി മരണമടഞ്ഞ മോഹനനെ ലീഗ് നേതൃത്വം അധിക്ഷേപിച്ചു. കൊന്നിട്ടും പക തീരാത്തതാണ് ഇവരുടെ അധിക്ഷേപം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും ഇത് പിൻവലിക്കണമെന്നും KK രാഗേഷ് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഇന്നലെ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറയുകയുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രതികരണം മോഹന് കടന്നൽ കുത്ത് ഏറ്റിരുന്നുവെന്നും അതിൻ്റെ മേലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കൊന്നിട്ടും അധിക്ഷേപിക്കരുത്. മിതമായ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് അത്രയേ പറയുന്നുള്ളൂ. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത്തരമൊരു പ്രസ്താവന ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നടത്താൻ വേണ്ടി പാടില്ലാത്തതായി. പരിക്കേറ്റ മോഹനൻ പല കാര്യങ്ങൾക്കും ചികിത്സ തേടിയിട്ടുണ്ടാവും. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ടത് AKG ആശുപത്രിയിൽ വെച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് 2-3 കാര്യങ്ങളാണ്. 13 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സംഭവത്തിൽ അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ പഴിചാരുകയാണ്. പിന്നെ ആരെയാണ് പഴിചാരേണ്ടത്? എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സംഭവം? അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രവർത്തന അനുമതി നൽകാതിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെയുള്ള സംഘർഷങ്ങളുടെ തുടക്കം എന്തായിരുന്നു? CPMന്റെ നിയന്ത്രണത്തിലുള്ള വായനശാല തകർത്തു.